സൈന്യാധിപേ സൈന്യാധിപേ മണ്ണിലെന്റെ തേരു തെളിക്കാൻ. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിലെന്റെ തേരു തെളിക്കാൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമര ചോട്ടിൽ ഇന്ന് തറയ്ക്കാൻ. പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമര ചോട്ടിൽ ഇന്ന് തറയ്ക്കാൻ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലൊളി വീശുമ്പോൾ. ദുഷ്ടൻ വയ്ക്കും കെണികൾ പൊട്ടി പൊട്ടി തകരും അമ്മേ നിന്റെ മിന്നലൊളി വീശുമ്പോൾ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനീതിയും അക്രമവും ലൈംഗിക അരാജകത്വവും കൊള്ളലാഭത്വരയും കൊണ്ട് മനസ്സ് മരവിച്ച ആധുനിക യുഗത്തിൽ നാം ഇന്ന് ജീവിക്കുകയാണ്. എന്നും തിരുസഭാ തനയർക്ക് മാതൃസ്നേഹവുമായി കടന്നു വന്നിട്ടുള്ള പരിശുദ്ധ അമ്മയ്ക്കും ജപമാല ഭക്തിക്കുമായി നീക്കിവെച്ചിരിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും തിരുസഭ മുഴുവനെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കത്തോലിക്ക സഭയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ട് പിശാചും അവന്റെ ദൂതന്മാരും ആഞ്ഞടിക്കുന്നത് കണ്ട് ഇനി എന്ത് കർത്താവേ, ഇനി എന്ത് എന്ന ചോദ്യവുമായി ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കെതിരായും അവളുടെ സന്താനങ്ങൾക്ക്, പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരായ അവളുടെ സമർപ്പിതർക്കെതിരായി പിശാച് ആഞ്ഞടിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. ഇത്തരുണത്തിൽ ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു സമർപ്പിത വ്യക്തിയുമായി സംസാരിച്ച ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ദൈവവിളി ക്രൈസിസിലൂടെ കടന്നു പോകുന്ന പ്രത്യേക ആത്മീയ സംഘർഷവുമായി ഈ സമർപ്പിത വ്യക്തി എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ പലവട്ടം ഈ ദൈവവിളിയെക്കുറിച്ച് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഉറച്ച തീരുമാനത്തോടെ എന്നോട് പറയുകയാണ്, സിസ്റ്റർ, പല വൈദികരും കൃപ നിറഞ്ഞ ഒട്ടനേകം പേരും എൻ്റെ ദൈവവിളിയെക്കുറിച്ച് എന്നോട് പറഞ്ഞതാണ്. ഈ ഞെരുക്കത്തിന് ശേഷം വലിയ കൃപയുടെ അഭിഷേകത്തിന്റെ നാളുകളാണ് വരാനിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവവിളി ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ മുൻപിൽ പരിപൂർണമായും നിസ്സഹായാവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ ആ സമർപ്പിത വ്യക്തിയോട് പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എൻ്റെ മുൻപിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് നമുക്കൊരു 10 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ
മാതാവിന്റെ വിമല ഹൃദയത്തിന് ഈ സമർപ്പിത വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് കണ്ണീരോടെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. മാതാവേ, നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ കുഞ്ഞിനെ നീ കാത്തു സൂക്ഷിക്കുക, നിന്റെ വിമല ഹൃദയത്തിന്റെ സ്വന്തമായി നീ കാത്തുകൊള്ളുക. പിന്നീട് ജപമാല കരങ്ങളിൽ എടുത്തുകൊണ്ട് ഈ സമർപ്പിത വ്യക്തിയുടെ നേരെ കരം നീട്ടിപ്പിടിച്ച് ഞാൻ ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മേ, അന്ന് ആദത്തെയും ഹവ്വായെയും പർദീസായിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച അതേ നാരകീയ സർപ്പമാണ് ഈ സമർപ്പിത വ്യക്തിയെയും തൻ്റെ ദൈവവിളിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നതെന്ന് അമ്മേ, നിന്റെ മാധ്യസ്ഥത വഴി നിന്റെ മാതൃസ്നേഹത്തിന്റെ അടയാളമായി നീ ഇപ്പോൾ വെളിപ്പെടുത്തണമേ. എൻ്റെ ഉള്ളിൽ മുഴങ്ങുന്ന ദൈവത്തിന്റെ സ്വരം ഞാൻ കേട്ടു. എയ്മി, കണ്ണു തുറക്ക്. ഞാൻ കണ്ണു തുറന്നു നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കണ്ട കാഴ്ച അതെന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എൻ്റെയും ഈ സമർപ്പിത വ്യക്തിയുടെയും നടുവിലായി ഒരു പാമ്പ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. പിശാചിന്റെ സാന്നിധ്യമായ നാരകീയ സർപ്പം തന്നെയാണ് ഈ ദൈവവിളിയെ തകർക്കാനായി കടന്നു വന്നിരിക്കുന്നത് എന്ന് മാതാവിന്റെ മധ്യസ്ഥതയിൽ തെളിയിക്കുന്ന സംഭവമാണിതെന്ന് മനസ്സിലാക്കിയ ഞാൻ പെട്ടെന്ന് ഉൾക്കിടലത്തോടെ ഉറക്കെ വിളിച്ചു, അമ്മേ പാമ്പ് എന്ന്. ഞാൻ ഈ പാമ്പെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത് കേട്ട് എൻ്റെ മുൻപിലിരുന്ന സമർപ്പിത വ്യക്തി കണ്ണു തുറന്ന് ഈ പാമ്പിനെ നോക്കിയത് ഞാൻ ഓർക്കുന്നു. ഉടനെ തന്നെ ഈ പാമ്പ് തല താഴ്ത്തി ഞങ്ങളിരുന്ന റൂമിന്റെ പുറത്തേക്ക് പോകുന്നതും കണ്ടു. അതേസമയം സമർപ്പിത വ്യക്തി എന്നോട് പറഞ്ഞു, സിസ്റ്റർ എയ്മി, എൻ്റെ ദൈവവിളി നശിപ്പിച്ച് എന്നെ പുറത്തേക്ക് ചാടിക്കാൻ ശ്രമിക്കുന്നത് പിശാച് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും മാതൃസ്നേഹവും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് ചാപ്പലിലേക്ക് പോയ സംഭവം. പൗരോഹിത്യത്തിനും സമർപ്പിതർക്കുമെതിരായി പിശാചും അവന്റെ ദൂതന്മാരും ആഞ്ഞടിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ സംരക്ഷകയായി കടന്നു വരികയാണ്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ സ്ത്രീയും ഉഗ്ര സർപ്പവും എന്ന തലക്കെട്ടോടുകൂടി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഒരു ഉഗ്ര പോരാട്ടത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ടല്ലോ. സൂര്യ തേജസ്സുള്ള ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാനായി സകല ജനത്തെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനിരിക്കുന്ന ആ ശിശുവിനെ വിഴുങ്ങാനായി പിശാചാകുന്ന ആ ഉഗ്ര സർപ്പം ഈ സ്ത്രീയുടെ മുൻപിൽ ഉഗ്ര പോരാട്ടത്തിന് കടന്നു വരുന്ന രംഗമാണ് വെളിപാടിന്റെ പുസ്തകം പ്രതിപാദിക്കുന്നത്. യേശുവിന്റെ 2ാമത്തെ ആഗമനത്തിനോടനുബന്ധിച്ച് സംഭവിക്കാനിരിക്കുന്ന കാലത്തിന്റെ അടയാളങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുത്തിക്കൊണ്ട് വിവരിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വരുമ്പോൾ പെട്ടെന്ന് വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് സ്ത്രീയും ഉഗ്ര സർപ്പവും എന്ന ടോപ്പിക് അവിടെ അവതരിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ 2ാമത്തെ ആഗമനത്തിന്റെ മണിയൊച്ച നമുക്ക് ചുറ്റും മുഴങ്ങി കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ വെളിപാട് പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഈ ഉഗ്ര സർപ്പത്തിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ 1/3 ചുരുട്ടിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവജനത്തിന്റെ കാവൽക്കാരും വഴികാട്ടികളും പീഠത്തിൽ ഉയർത്തപ്പെട്ട ദീപവുമായി ദൈവം എടുത്തുയർത്തിയ സമർപ്പിതരാണല്ലോ ഈ നക്ഷത്രക്കൂട്ടങ്ങൾ. അപ്പോൾ യേശുവിന്റെ 2ാമത്തെ ആഗമനത്തിന് മുൻപ് ക്രിസ്തുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി പൗരോഹിത്യത്തിനും സമർപ്പിതർക്കും എതിരായി അതിശക്തമായ ഒരു പോരാട്ടം ഉണ്ടാകുമെന്നതും വ്യക്തമാണ്. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഹല്ലേലൂയ. 5-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുക്കലേക്ക് സംവഹിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഹൃദയങ്ങളും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളും സമർപ്പിത സമൂഹങ്ങളും പിശാചിന്റെ ഈ ഘോര പോരാട്ടത്തിൽ തകർക്കപ്പെടുവാൻ അമ്മ സമ്മതിക്കുകയില്ല. അവൾ സമർപ്പിത ഹൃദയങ്ങളുടെ സംരക്ഷകയാണ്, സമർപ്പിതരുടെ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ഏറ്റവും വലിയ സമർപ്പണം നടത്തിയ സമർപ്പിതൻ യേശുക്രിസ്തു തന്നെയാണ്. ഈ ഏറ്റവും വലിയ സമർപ്പിതന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ കൂട്ടായി കൂടെ നിന്നവളും സംരക്ഷകയായി താങ്ങും തണലുമായി കൂടെ നിന്നവളും പരിശുദ്ധ അമ്മയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോടൊപ്പം സഹകരിച്ച നിമിഷം മുതൽ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കേണ്ടി വന്ന സഹനങ്ങളെ കുറിച്ച്, സഹനത്തിന്റെ കാസം മട്ടോളം വലിച്ചു കുടിക്കേണ്ടി വന്നതിനെ കുറിച്ച് നമുക്കറിയാം.
ഹെറോദസും അവന്റെ സൈന്യവും അവന്റെ പാരാവാരങ്ങളും ഈശോയെ കൊല്ലുക എന്നുള്ള പദ്ധതിയുമായി 2 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കാനായി പുറപ്പെടുമ്പോൾ ഈ കുഞ്ഞ് സമർപ്പിതനായ യേശുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ നിത്യകന്യകയും സമർപ്പിതയുമായ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. അമ്മയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, പിതാവായ ദൈവം തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഈ കുഞ്ഞു സമർപ്പിതനായ ഉണ്ണി യേശുവിനെ സംരക്ഷിക്കുക എന്നത് മാത്രം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, പിശാചിന്റെ ദൂതന്മാർ എന്ന മട്ടിൽ ഒത്തിരിയേറെ വ്യക്തികൾ ഈശോയുടെ അഭിഷേകത്തെ തിരിച്ചറിയാനാവാതെ ഈശോയ്ക്ക് ഭ്രാന്താണെന്നും ഈശോയിൽ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലാണ് പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞ് ആഞ്ഞടിക്കുന്നത്. ഈ സമയവും പരിശുദ്ധ അമ്മ കടന്നു വരികയാണ്. എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈശോ പറയുന്നതിനെ കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഏത് സാഹചര്യത്തിലാണ് അവൻ്റെ അമ്മയും സഹോദരങ്ങളും അവനെ തേടി വന്നതെന്ന് നമ്മളിൽ അധികമാരും ചിന്തിച്ചിട്ടില്ല. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ ഇത് വളരെ വ്യക്തമാക്കുന്നു. അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരുന്നുവെന്ന് അവർ കേട്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് സുബോധം നഷ്ടപ്പെട്ടിരുന്നു എന്ന് അവർ കേട്ടു. ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് എന്ന് ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ സ്വന്തക്കാരുടെയും അടുക്കലേക്ക് ഈ ന്യൂസ് എത്തുകയാണ്. അതുകൊണ്ട് അവസാനിച്ചില്ല. 22-ാമത്തെ വചനം നമുക്ക് കേൾക്കാം. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസെബൂൽ ആവശ്യിച്ചിരിക്കുന്നു. പിശാചുകളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുകളെ പുറത്താക്കുന്നത്. ഈശോയെ കുറിച്ച് പോലും ഇത് പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അവന്റെ സമർപ്പിതർക്കും അവന്റെ പുരോഹിതർക്കും എതിരായി പിശാചും അവന്റെ ദൂതന്മാരും ആഞ്ഞടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിന്റെ ആ ദൈവിക പദ്ധതിക്ക് മുൻപിൽ മരണത്തോളം കീഴ്വഴങ്ങിയ അനുസരണത്തിന്റെ വഴിയിലൂടെ നടന്ന ഈശോ, പിതാവായ ദൈവമല്ലാതെ മറ്റൊരു സ്നേഹ വിഷയം തനിക്കില്ലെന്നും മറ്റൊരു ആകർഷണ വിഷയമില്ലെന്നും തെളിയിച്ചുകൊണ്ട് നിത്യ ബ്രഹ്മചാരിയായി ജീവിച്ച ഈശോ, പിതാവായ ദൈവത്തിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ ആഞ്ഞു പുൽകി ദാസന്റെ രൂപം സ്വീകരിച്ച ദരിദ്രനായ ഈശോ, ഈ നിത്യ സമർപ്പണം നടത്തിയ യേശുവിൻ്റെ ജീവിതത്തിലുടനീളം കൂടെ നിന്നതും താങ്ങും തണലുമായി നിന്നതും പരിശുദ്ധ അമ്മയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, കുരിശിൻ ചുവട്ടിൽ പിതാവേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് വാവിട്ട് കരയുന്ന ഈശോ തൻ്റെ പുത്രന്റെ മരണത്തിന്റെ വിനാഴികയിൽ പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം, അല്പം സാന്നിധ്യത്തിന്റെ തെളിവെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരിറ്റ് സമാധാനം കിട്ടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ തൻ്റെ പുത്രനായ യേശുക്രിസ്തു കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിതാവായ ദൈവം തന്നെ കൈവിട്ടു എന്ന മട്ടിലുള്ള അവൻ്റെ തകർന്ന ഹൃദയത്തോടെയുള്ള കരച്ചിൽ പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയത്തെ പിളർന്നിട്ടുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. പിതാവ് പോലും കൈവിട്ട വേദനയിൽ വാവിട്ട് കരഞ്ഞതിന് ശേഷം താഴോട്ട് നോക്കുമ്പോൾ സാന്നിധ്യം കൊണ്ട് ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെ പ്രിയപ്പെട്ടവരെ, സമർപ്പിതരുടെ ഉള്ളിൽ എന്നെങ്കിലും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തി പിടിച്ചുലയ്ക്കുന്ന അവസ്ഥ കടന്നു വരുമ്പോൾ അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത്, ഓടിയെത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള അർത്ഥവും ഇത് തന്നെയാണ്. ദൈവപുത്രനായ തനിക്ക് തൻ്റെ ഈ സമർപ്പിത ജീവിത കാലഘട്ടത്തിൽ താങ്ങും തണലുമായി നിന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ തന്നെ ആയിരിക്കണം തൻ്റെ ശുശ്രൂഷകരും തൻ്റെ പിന്നാലെ ഇറങ്ങി വരുന്ന സമർപ്പിതരുമായിരിക്കേണ്ടതെന്ന് ഈശോ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാനെ, കുരിശിന്റെ ചൂട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ കാണിച്ചുകൊണ്ട് ഈശോ തൻ്റെ അമ്മയോട് പറയുന്നത്, സ്ത്രീയെ
ഇതാ നിന്റെ മകൻ എന്ന്. തൻ്റെ ശിഷ്യരെ, തൻ്റെ സമർപ്പിതരെ അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാനുള്ള ദൗത്യം അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, ഇതാ നിന്റെ മകൻ എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഈശോ ഏൽപ്പിച്ച ദൗത്യം, സമർപ്പിത ഹൃദയങ്ങളിലെ ഉറകെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്ന ദൗത്യം അന്നു മുതൽ ഇന്നോളം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. തൻ്റെ പ്രഗ്നൻസിയുടെ ആദ്യ നാളുകളിൽ, ആ ആദ്യ മാസം തന്നെ, സാധാരണ പെൺകുട്ടികൾ പ്രഗ്നൻസിയുടെ ആദ്യ നാളുകളിൽ എന്തുമാത്രം റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവോ, ആ സമയത്ത് പരിശുദ്ധ കന്യക തൻ്റെ ക്ഷീണവും ആലസ്യവും അസ്വസ്ഥതയും ഒന്നും പരിഗണിക്കാതെ എലിസബത്തിന്റെ, ഇളയമയായ എലിസബത്തിന്റെ വീട്ടിലേക്ക് തിടുക്കത്തിൽ ഓടുകയാണ്. ഓട്ടോറിക്ഷയിലോ കാറിലോ ഫ്ലൈറ്റിലോ അല്ല യാത്ര. അവൾ തിടുക്കത്തിൽ യാത്ര തിരിച്ചു. വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്ന് ഇളയമ്മേ എന്നുള്ള ആ ഒരൊറ്റ സംബോധന കൊണ്ട് ഇളയമ്മയും ഇളയമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞ ശിശുവായ സ്നാപക യോഹന്നാനെയും പരിശുദ്ധാത്മാവിനാൽ പൂരിതയാക്കുന്ന വിധത്തിലുള്ള അമ്മയുടെ സന്ദർശനം. പ്രൈസ് ദി ലോർഡ്. തിരുവചനം പറയുകയാണ്, മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടയുടൻ ശിശു അവളുടെ ഉദരത്തിൽ കുതിച്ചു ചാടിയെന്ന്. എലിസബത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞ സ്നാപക യോഹന്നാൻ എന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി കുതിച്ചു ചാടുകയാണ്. ആ ശിശു പിന്നീട് റോറിംഗ് ലയൺ, മരുഭൂമിയിൽ ഗർജിക്കുന്ന പ്രവാചക ശബ്ദമായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി, ഗർജിക്കുന്ന സിംഹത്തെ പോലെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ, ലൈംഗിക അരാജകത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഈശോ തന്നെ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല എന്ന്. അത്രമാത്രം ഈശോ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഈ സ്നാപക യോഹന്നാൻ സമർപ്പിത ജീവിതത്തിന്റെ ഒരു മാതൃകയാണ്. അനുസരണത്തിന്റെയും ബ്രഹ്മചര്യ ജീവിതത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ആ ജീവിതത്തിന്റെ വഴിത്താരയിലൂടെ കടന്നുപോയി ഈശോയെ അനുകരിക്കുന്ന, ഈശോയെ അനുഗമിക്കുന്ന, ഈശോയെ എടുത്തുയർത്തുന്ന, ഈശോയെ പ്രഘോഷിക്കുന്ന സമർപ്പിതൻ. ഈ സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലും അതിശക്തമായ പരിശുദ്ധാത്മ അഭിഷേകം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി നൽകപ്പെടുകയാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഇന്നിൻ്റെ ലോകത്തിൽ നടമാടുന്ന ലൈംഗിക അരാജകത്വം നമ്മുടെ മനസ്സിനെ പലപ്പോഴും പിടിച്ചുലയ്ക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ചുറ്റും നടമാടുമ്പോഴും വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ ഗർജിക്കാൻ ഒരു സമർപ്പിതൻ ഇല്ല. നല്ല സമർപ്പിതർക്ക്, പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞ, അഭിഷേകത്തിന്റെ തീ നിറഞ്ഞ സമർപ്പിതർക്ക് ഇതുപോലുള്ള ലൈംഗിക അരാജകത്വത്തിനും ഭരണകൂടങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്താനും ചെയ്തത് തെറ്റാണ് എന്ന് വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ പ്രഘോഷിക്കാനും സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ സമർപ്പിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തിന്റെ അഗ്നി നിറഞ്ഞ, വിശുദ്ധിയുടെ തീ ആളിക്കത്തുന്ന സമർപ്പിതരെ ആവശ്യമാണ്. സമർപ്പണ ബോധമുള്ള, ദൈവത്തിനും ദൈവജനത്തിനുമായി തങ്ങളുടെ ജീവിതം ഉഴിഞ്ഞു വെച്ച നല്ല സമർപ്പിതരെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. സമർപ്പിതരുടെ കാലം കഴിഞ്ഞു, ഇനി സമർപ്പിതരെ ആവശ്യമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിലാണ് അഭിഷേകം നിറഞ്ഞ സമർപ്പിതരുടെ ആവശ്യകത ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്. നമുക്കറിയാം, നല്ല കുടുംബങ്ങളിൽ നിന്നേ, നല്ല പ്രാർത്ഥനാ പിൻബലമുള്ള കുടുംബങ്ങളിൽ നിന്നേ നല്ല സമർപ്പിതരുണ്ടാവുകയുള്ളൂ എന്ന്. ഉദാഹരണമായി, ആധുനിക ലോകം കണ്ട വിശുദ്ധനായ മാർപ്പാപ്പയായ ജോൺ പോൾ രണ്ടാമന്റെ ജീവിതത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കുഞ്ഞുനാളിൽ അമ്മ മരിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക്
തന്നെ തന്നെ സമർപ്പിക്കുന്ന ആ കുഞ്ഞ് കരോൾ വോയ്റ്റീവയുടെ ചരിത്രം നമുക്കറിയാം. തൻ്റെ പിതാവിനോടും സഹോദരനോടും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് തന്നെ തന്നെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ആ കരോൾ വോയ്റ്റീവയാണ് പിന്നീട് ആധുനിക ലോകത്തെ പിടിച്ചു കുലുക്കിയ, ആധുനിക ലോകത്തിൻ്റെ ഹരമായി മാറിയ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. മാതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് മാർപ്പാപ്പ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. പരിശുദ്ധ മറിയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. മാർപ്പാപ്പ പൂർണ്ണ ഹൃദയത്തോടെ നൽകിയ ഈ സമർപ്പണത്തെ പരിശുദ്ധ അമ്മ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചു എന്ന് പിൽക്കാലങ്ങളിൽ അമ്മ തന്നെ തെളിയിച്ചു. മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ അലി അഗ എന്ന് പറയുന്ന ആ യുവാവ് മാർപ്പാപ്പയ്ക്കെതിരെ വെടിയുണ്ട ഉതിർത്തപ്പോൾ കുഴഞ്ഞു വീണ മാർപ്പാപ്പയുടെ ഫോട്ടോസ് എടുത്ത ഫോട്ടോഗ്രാഫേഴ്സ് കണ്ടത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കുഴഞ്ഞു വീഴുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെയാണ്. പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം തൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ, പ്രത്യേകിച്ചും ഈ മരണത്തിൻ്റെ ദുർഘട നിമിഷത്തിൽ അനുഭവിച്ചറിഞ്ഞ മാർപ്പാപ്പ തനിക്ക് സൗഖ്യം ലഭിച്ചപ്പോൾ ആ വെടിയുണ്ടയുമായി ഫാത്തിമയിൽ മാതാവിൻ്റെ അടുക്കൽ വന്ന് അമ്മയുടെ കിരീടത്തിലേക്ക് അത് വെച്ച് സമർപ്പിച്ചതും നമുക്കറിയാവുന്ന കാഴ്ചയാണ്. ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ആധുനിക ലോകം കണ്ട മഹാവിശുദ്ധ ഡോക്ടർ ഓഫ് ദ ചർച്ചായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യ, അവളുടെ ജീവിതത്തിലും 3.5 വയസ്സ് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ മരിച്ച ആ പ്രത്യേക നിമിഷത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധ കൊച്ചുറാണി പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഇനി മുതൽ നീയാണ് എൻ്റെ അമ്മ എന്ന്. ഹല്ലേലൂയ. കൊച്ചുറാണിയുടെ ജീവിതത്തിൽ മരണത്തെ മുഖാഭിമുഖം കണ്ട അസുഖത്തിന്റെ നിമിഷത്തിൽ ഈ കുഞ്ഞിനെ മാതാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവളുടെ അപ്പച്ചനും ചേച്ചിമാരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതും അവളുടെ ജീവചരിത്രത്തിൽ നവമാലിക എന്ന പുസ്തകത്തിൽ അവൾ വിവരിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെയും ഈ സമർപ്പണത്തിൻ്റെയും ഫലമായി പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം അവളുടെ റൂമിൽ സ്ഥാപിച്ചിരുന്ന ആ തിരുസ്വരൂപത്തിൽ നിന്ന് നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചതും ആ നിമിഷത്തിൽ തന്നെ കൊച്ചുറാണി സൗഖ്യം പ്രാപിച്ചിട്ടുള്ളതും നമുക്കറിവുള്ള സംഭവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നീട് വിശുദ്ധ കൊച്ചു ത്രേസ്യ ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധ. ഏതു മനുഷ്യർക്കും, എത്ര ഉയർന്ന ആധ്യാത്മികതയുള്ളവർക്കും പരിത്യാഗത്തിന്റെയും പരിഹാരത്തിന്റെയും ദുർഗ്രഹമായ വഴികളിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ലളിത മാർഗത്തിലൂടെ ദൈവത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾക്കും ഒരേപോലെ മാതൃകയായിക്കൊണ്ട് മാർപ്പാപ്പ എടുത്തുയർത്തി കാണിക്കുന്നത് ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യയെയാണ്. ലോകം മുഴുവനും ഒട്ടുമിക്ക പള്ളികളിലും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുസ്വരൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം അവൾ എടുത്തുയർത്തപ്പെട്ടു കഴിഞ്ഞു ആധുനിക ലോകത്തിന്റെ വിശുദ്ധയായി. ഹല്ലേലൂയ. സെയിന്റ് അഗസ്റ്റിന്റെ ജീവിതത്തിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സെയിന്റ് അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോനിക്ക പുണ്യവതിയെ കുറിച്ച്. അതുപോലെ തന്നെ വഴിപിഴച്ച ജീവിതം നയിച്ച് തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന യുവജനങ്ങളെ കൂട്ടിപ്പിടിച്ച് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ച് യുവജനങ്ങളുടെ ഹരമായി മാറിയ, സ്വർഗത്തിലേക്കുള്ള വഴി യുവജനങ്ങൾക്ക് വെട്ടിക്കൊടുത്ത വിശുദ്ധ ഡോൺ ബോസ്കോ. ഈ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ പിന്നിലും മമാ മാർഗ്രറ്റിന്റെ അതിശക്തമായ പ്രാർത്ഥനയുടെ കരങ്ങളുണ്ട്. എവിടെയെല്ലാം ഏതെങ്കിലും സമർപ്പിതൻ എടുത്തുയർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധ അമ്മയ്ക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നല്ല ഹൃദയങ്ങളെയും കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയോട് സമർപ്പിത വ്യക്തികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം സമർപ്പിത ഹൃദയങ്ങളിലേക്ക് ഉജ്ജ്വലിക്കപ്പെടും. അവരുടെ തളർന്ന മനസ്സുകൾ ആത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം കൊണ്ട് നിറയും. അവരുടെ പ്രതിസന്ധികൾ ആത്മാവിൻ്റെ ശക്തിയാൽ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകപ്പെടും. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ തന്നെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഓർക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ ഫസ്റ്റ് ബെൽ അടിക്കുന്ന ആ സെക്കൻഡിൽ ഞാൻ ക്ലാസ് ചാർജായ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് 3 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന 3 നിയോഗം വെച്ച് ചൊല്ലിക്കൊണ്ടിരുന്നത് ഞാൻ ഓർക്കുകയാണ്. ആദ്യത്തെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ അവരിങ്ങനെ പ്രാർത്ഥിക്കും:
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നന്നായി പഠിക്കുന്നതിന് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന്. രണ്ടാമത്തെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ അവർ നിയോഗം വെക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവഹിതപ്രകാരം ചെയ്യുന്നതിന് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മൂന്നാമത്തെ നന്മ നിറഞ്ഞ മറിയത്തിൽ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ സിസ്റ്റർ എയ്മി പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വിശുദ്ധയായ ഒരു സിസ്റ്ററായി തീരുന്നതിനും വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന്. ഞാൻ പറഞ്ഞു കൊടുക്കാതെ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ പ്രാർത്ഥന അതെൻ്റെ ഹൃദയത്തെ പിടിച്ചുകുലുക്കിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റ് എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോഴെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന എന്നെ വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മനസ്സ് തളരാമായിരുന്ന ഒത്തിരിയേറെ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് നല്ല ദൈവം അനുവദിച്ചപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ പ്രാർത്ഥന പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ചാപ്പലിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ കോൺവെന്റിലുണ്ടായിരുന്ന പ്രായമായ അമ്മമാർ ഒരുമിച്ച് അവരുടെ വിറയ്ക്കുന്ന കരങ്ങൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഞാൻ കേൾക്കാൻ ഇടവന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. എന്നെ സ്നേഹിച്ച എൻ്റെ പ്രോൺഷ്യാളമ്മയും എന്നെ സ്നേഹിച്ച നല്ല സിസ്റ്റേഴ്സ് എനിക്ക് വേണ്ടി ആ കാലഘട്ടത്തിൽ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നത് എന്നെ ബലപ്പെടുത്തിയിരുന്നു എന്ന് ഞാൻ സ്നേഹത്തോടെ ഈ നിമിഷം ഏറ്റു പറയുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ സഹനത്തിന്റെ കാസ മട്ടോളം കുടിക്കാൻ നല്ല ദൈവം അനുവദിക്കും. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായും അഭിഷേകത്തിന്റെ വ്യക്തികളായി മാറുമെന്നുള്ളത്, സഭയ്ക്കൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ളത് നമുക്ക് ചുറ്റും ഇന്ന് തിരുസഭാ മാതാവ് ഉയർത്തിയിരിക്കുന്ന വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് സമർപ്പിത സമൂഹത്തെ കുറിച്ച് ആരെങ്കിലും തെറ്റായി പറയുകയും സമർപ്പിത സമൂഹത്തിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയും അവർക്കെതിരെ കല്ലേറ് നടത്തുകയും ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നാം അതല്ല ചെയ്യേണ്ടത്. ലക്ഷക്കണക്കിന് വരുന്ന സമർപ്പിതരിൽ നിന്ന് 1, 2, 8, 10 പേർ വീണു പോവുകയാണെങ്കിൽ അവർക്കെതിരെ കല്ലെടുത്തെറിയുന്നതിന് പകരം അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജപമാല ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങൾ ഉണരട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഓരോ സമർപ്പിത വ്യക്തിയും സമൂഹത്തിന്റെ അനുഗ്രഹമുള്ള സമർപ്പിതരായി മാറുമെന്ന് തീർച്ച. സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളിയെ ചോദ്യം ചെയ്തുകൊണ്ട് തലയ്ക്ക് വട്ടുപിടിച്ചവരാണ് ഈ ദൈവവിളി തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നും വട്ടുപിടിച്ചവരാണ് തങ്ങളുടെ മക്കളെ ഈ ദൈവവിളിക്ക് പറഞ്ഞയക്കുകയുള്ളൂ എന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൊട്ടിഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പിതരും സമർപ്പിതരാകാൻ പോയിരിക്കുന്ന തങ്ങളുടെ മക്കളെയും സമർപ്പിതരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയുമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുവഴി നല്ല സമർപ്പിതർ ഉയർന്നു വരും. അതുവഴി ആധുനിക ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന അതിശക്തമായ ദൈവവിളികൾ ഉയർന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഈ പൗരോഹിത്യത്തിനും സമർപ്പിത ജീവിതത്തിനുമെതിരായി സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന ഓരോ സംഭവങ്ങൾ കേട്ടുകൊണ്ട് വൈകൃതം നിറഞ്ഞ ചില ചിന്താഗതികൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പുരോഹിതർക്കും സമർപ്പിത സമൂഹങ്ങൾക്കുമെതിരെ ആഞ്ഞടിക്കാൻ നമ്മളും കൂട്ടുനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നാം അറിയുന്നില്ല നാം ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പാണ് നാം മുറിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. തിരുസഭയും ദൈവജനവുമാകുന്ന ഈ കോമ്പൗണ്ടിന് ചുറ്റും ഒരു വേലി പോലെ സംരക്ഷണം നൽകിക്കൊണ്ടിരുന്ന ഈ വൈദിക
സമർപ്പിത ജീവിതങ്ങളെയാണ് നമ്മൾ താറടിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കിടന്ന് തുപ്പുന്നത് നമ്മുടെ മേത്തേക്കാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായി യൂത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഉന്നത കുടുംബത്തിൽ ജനിച്ചവരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമായ നമ്മുടെ യുവജനങ്ങൾ കഞ്ചാവിനും മയക്കുമരുന്നിനും ബ്ലൂ ഫിലിമിനും അതുപോലെ തന്നെ ബ്ലാക്ക് മാസിനും അഡിക്റ്റഡ് ആണെന്നുള്ള വേദനാജനകമായ യാഥാർത്ഥ്യം. നമ്മൾ അറിയുന്നില്ല നമ്മുടെ യുവജനം ഏതു വഴിയാണ് പോകുന്നത് എന്ന്. സമർപ്പിതരിൽ നിന്ന്, പൗരോഹിത്യത്തിൽ നിന്ന്, തിരുസഭയിൽ നിന്ന്, കൂദാശകളിൽ നിന്ന് ദൈവജനത്തെയും പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെയും അകറ്റിക്കളയാനായി പിശാചും അവന്റെ ദൂതന്മാരുമായി വർത്തിക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ളവരും സോഷ്യൽ മീഡിയയിലൂടെ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെടുത്ത കുറച്ച് സിനിമകളിലൂടെ അവരുടെ വിശ്വാസത്തെ പിടിച്ചുലച്ചത് നമ്മൾ കണ്ടതാണ്. അവർ എടുത്തുകൂട്ടിയ ഈ സിനിമകളെ ഏറെയും സപ്പോർട്ട് ചെയ്തതും അത് കാണാൻ അതിന് മുൻപിൽ മണിക്കൂറുകൾ ഇരുന്നതും നമ്മുടെ യുവജനങ്ങളാണ്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ യുവജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് യേശുവിലുള്ള വിശ്വാസവും സമർപ്പിതരിലും പുരോഹിതരിലുമുള്ള വിശ്വാസവും എടുത്തു മാറ്റി അവരോടുള്ള വെറുപ്പും ശത്രുതയും നിറച്ച് സഭയിൽ നിന്ന് അവരെ അകറ്റിക്കളയുകയാണ് പിശാചിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും പദ്ധതി എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീണത് വിശുദ്ധി നിറഞ്ഞ, കൃപ നിറഞ്ഞ നല്ല സമർപ്പിതരുടെ കരങ്ങളിലേക്കാണ്. ഈ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഈശോ എന്ന നാമം മന്ത്രിച്ചുകൊണ്ട് ഈശോ ഈശോ എന്ന് വിളിച്ച കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുത്ത് ആ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിരുന്നത് നല്ല സമർപ്പിത ഹൃദയങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ആ കുഞ്ഞുങ്ങൾ നഴ്സറിയിലും പ്ലേ സ്കൂളുകളിലും എല്ലാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയിലുള്ള വിശ്വാസം ആഴപ്പെടുത്തിക്കൊണ്ട് സനാതന മൂല്യങ്ങളെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്, കൂദാശകളിൽ അടിയുറച്ച ജീവിതത്തിന്റെ ആവശ്യകതയെക്കുറിച്ചെല്ലാം അവർക്ക് ബോധ്യം നൽകിക്കൊണ്ടിരുന്ന നല്ല സമർപ്പിത ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിലുള്ള വിശ്വാസത്തിലും കൗദാശിക ജീവിതത്തിലും ധാർമ്മിക മൂല്യങ്ങളിലും അടിയുറച്ച് വളർത്തിക്കൊണ്ടുവന്ന നല്ല സമർപ്പിത കരങ്ങളുണ്ടായിരുന്നു. ഇന്നും ആ സമർപ്പിത കരങ്ങളുണ്ട്. പക്ഷേ നമുക്കവരിലുള്ള വിശ്വാസക്കുറവ് കൊണ്ട് അവരിൽ നിന്ന് നമ്മൾ നമ്മുടെ മക്കളെ അകറ്റുകയാണ്. ഇതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും അറിയാം സമർപ്പിതർ സഭയുടെ വേലിക്കെട്ടാണ്. ദൈവജനത്തിന് സംരക്ഷണം നൽകുന്ന വേലിയാണ് സമർപ്പിതരും പുരോഹിതരുമെന്ന്. അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കിയ തിന്മയുടെ ശക്തികളാണ് ഈ വേലി പൊളിച്ചു കളഞ്ഞ് ദൈവജനത്തെ ആക്രമിക്കാനായി, അവരെ തകർക്കാനായി കെണി ഒരുക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ പ്രത്യേക പ്രതിസന്ധി നിറഞ്ഞ തിരുസഭയ്ക്കും തിരുസഭയുടെ സമർപ്പിതർക്കും പുരോഹിതർക്കും എതിരായി ഇന്ന് പിശാചും അവൻ്റെ ദൂതന്മാരും ആഞ്ഞടിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിതരെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ചിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവവിളി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ജപമാല ചൊല്ലിക്കൊണ്ട് നല്ല ദൈവവിളികൾ ഉണ്ടാകാനായി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ മാതാപിതാക്കൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ തന്നെ നല്ല സമർപ്പിതരുണ്ടാകണമെന്നും നല്ല നാളെ പടുത്തുയർത്തപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജപമാല ചൊല്ലി കുഞ്ഞുങ്ങളെ മാതാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ കുടുംബങ്ങളിൽ നല്ല സമർപ്പിത മക്കൾ ജന്മം കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെ ഏത് മേഖലകളിലേക്ക് കടന്നു ചെന്നാലും, അത് രാഷ്ട്രീയമായിക്കോട്ടെ, ഭൗതിക മേഖലയായിക്കോട്ടെ, ആധ്യാത്മിക മേഖലയായിക്കോട്ടെ, നല്ല സമർപ്പിതരുള്ളിടത്ത് നല്ല സമൂഹവുമുണ്ട്. സ്വദേശത്തും വിദേശത്തും പഠിക്കാനായി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവജനങ്ങൾ, സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ട് ഇന്ന് തകർന്നു വീഴുന്നതിൻ്റെ ഒരു കാരണം സമർപ്പിതരുടെ അഭാവമാണ്.
പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ സമർപ്പിതരുടെ അഭാവം മൂലം, നല്ല സമർപ്പിതരുടെ സാന്നിധ്യത്തിന്റെ കുറവ് മൂലം ദൈവജനവും ദൈവമക്കളും നശിപ്പിക്കപ്പെടുകയാണ്. കുഞ്ഞാടിന്റെ വേഷം ധരിച്ചു വരുന്ന ചെന്നായ്ക്കളുടെ കരങ്ങളിലേക്ക് അവർ ചെന്ന് വീഴുകയാണ്. നിഷ്കരണം അജഗണത്തെ കൊന്നു തിന്നുന്ന ചെന്നായ്ക്കളുടെ നടുവിൽ ശബ്ദമുയർത്താനോ അരുതെന്ന് പറയാനോ അജഗണത്തെ പിടിച്ചെടുത്ത് രക്ഷിക്കാനോ ഇന്ന് സമർപ്പിത സമൂഹങ്ങൾ കുറവായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വേദനാജനകമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ഇന്ന് ദൈവം തന്നിട്ടുള്ള നിലവിലുള്ള സമർപ്പിത സമൂഹങ്ങൾ ഉജ്ജ്വലിപ്പിക്കപ്പെടാനും ഇനിയും അഭിഷേകം നിറഞ്ഞ നല്ല സമർപ്പിതർ തിരുസഭയിലേക്ക് കടന്നു വരാനും സമർപ്പിതരാകാൻ ദൈവം ഒരുക്കിയ നല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവജനത്തെയും പ്രത്യേകിച്ച് തിരുസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ജപമാല യുദ്ധത്തിൽ പങ്കുചേരാം. സ്നേഹത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ ലോകം മുഴുവനുമുള്ള സമർപ്പിതരെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് കടന്നു വരാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനുമുള്ള സമർപ്പിത സമൂഹങ്ങളെയും സമർപ്പിത വ്യക്തികളെയും അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ആഗോള സഭയെയും സഭ നേരിടുന്ന പ്രശ്നങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് ദൈവജനത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിലെ വീഞ്ഞ് തീർന്നു പോയ ആ നിസ്സഹായ അവസ്ഥയിൽ പരിഹാസ വിഷയമാകുന്ന ആ പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന മുൻപിലേക്ക് ആ പരിഹാസ വിഷയവുമായി കടന്നു വന്ന് അവരുടെ കണ്ണീരൊപ്പുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്ന് ആധുനിക ലോകം, തിരുസഭ, ദൈവജനം, സമർപ്പിതർ ഇവരെല്ലാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ച് ആധുനിക ലോകത്തിൽ പുരോഹിതർക്കും സമർപ്പിതർക്കും എതിരായി നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും
ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലേക്ക് അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വരുവാനിരിപ്പോൾ സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൾ സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോൾ സർവശക്തനും നിത്യനുമായ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഈശോയെ ഞങ്ങളുടെ സമർപ്പിതരെ സമർപ്പിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ മകനെയും മകളെയും ഓ ഈശോയെ അമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അഭിഷിക്ത സമർപ്പിത സമൂഹങ്ങളുടെ വിശുദ്ധീകരണത്തിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സമർപ്പിത സമൂഹങ്ങളാകുന്ന കൽഭരണികൾ, സമർപ്പിത വ്യക്തികളാകുന്ന കൽഭരണികൾ വക്കോളം നിറയെ കൃപാവരത്തിന്റെ അഭിഷേകത്തിന്റെ വീഞ്ഞ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഈശോയെ നന്ദി. ഓ ഈശോയെ, ആധുനിക ലോകം വെച്ച് നീട്ടുന്ന തീർന്ന പ്രശ്നങ്ങളെ അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, ആധുനിക ലോകത്തിൽ സമർപ്പിത സമൂഹങ്ങളും സമർപ്പിത വ്യക്തികളും തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തർ ഓരോരുത്തരും നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി തിരുസഭാ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങ് ഇടപെട്ടുവല്ലോ. എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വേക ദൈവം തീരുമാനിച്ചുറപ്പിച്ച ആദ്യ അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് അമ്മയുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞെങ്കിലും അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചുവല്ലോ. ഈശോയെ, ഈ സമയം ഞങ്ങളുടെ സമർപ്പിതർക്കെതിരെ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും ആഞ്ഞടിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാം ഓ ദിവ്യകാരുണ്യ ഈശോയെ, അമ്മ വഴി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, സമർപ്പിതരുടെ മനസ്സിനെ തകർക്കുന്ന ദൈവജനത്തിനിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്ന വിധത്തിലുള്ള പിശാചിൻ്റെ കെണികളെയും അവരൊരുക്കുന്ന പ്രതിസന്ധികളെയും ഈശോയെ അങ്ങയുടെ ആണിപ്പഴുത്തുള്ള കരങ്ങൾ നീട്ടി നിർവീര്യമാക്കണമേന്നും തിരുസഭയ്ക്ക് നേരെ, ദൈവജനത്തിന് നേരെ, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമർപ്പിതർക്ക് നേരെ പിശാചൊരുക്കുന്ന കെണികൾ നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ അമ്മയോട് ചേർന്ന കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ജപമാല, കരങ്ങളിലുള്ളവർ ജപമാല ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, സമർപ്പിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിനെ നിർവീര്യമാക്കുന്ന വിധത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയുള്ള എല്ലാ തരമുള്ള ആക്രമണങ്ങളെയും ഈശോയെ അങ്ങയുടെ ആണിപ്പടുത്തുള്ള കരങ്ങൾ നീട്ടി നിർവീര്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം തിരുവചനം. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ
അവളുടെ മക്കളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ സർപ്പം പുറപ്പെട്ടു. അതേ കർത്താവേ, ദൈവകൽപ്പനകൾ കാക്കുന്നവരും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ അമ്മയുടെ സമർപ്പിത മക്കൾ, ദൈവജനം, പുരോഹിതർ, അവർ നേരിടുന്ന ഈ ആക്രമണത്തെ ഈശോയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങൾ വെച്ചു തരികയാണ്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ ആരുമില്ല, ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ല. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ശക്തി അങ്ങ് പ്രകടമാക്കണം. ഓ കർത്താവായ ഈശോയെ, അങ്ങ് തന്നെ അങ്ങയുടെ അജഗണത്തിൻ്റെ സംരക്ഷകനും നല്ല ഇടയനും കാവൽക്കാരനുമായി കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതോടൊപ്പം തന്നെ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആ ഉഗ്ര സർപ്പം അതിൻ്റെ വാൽ കൊണ്ട് ആകാശത്തിലുണ്ടായിരുന്ന നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കോരി ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന തിരുവചനം അന്വർത്ഥമാക്കും വിധം ദൈവവിളി ക്രൈസിസിലേക്ക് അവരെ തള്ളിയിടുന്ന ഈ ലോകത്തിൻ്റെ ഉപഭോഗ സംസ്കാരവും ലൈംഗിക അരാജകത്വവും അവരുടെ മനസ്സിനെ ഈ ലോകത്തിൻ്റെ മലിനതകളിലേക്ക് വലിച്ചഴയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന പിശാചിൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും നിർവീര്യമാക്കുവാൻ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരങ്ങൾ ഉയർത്തി ഇന്ന് സമർപ്പിതർ നേരിടുന്ന എല്ലാ പ്രലോഭനങ്ങളെയും ദൈവവിളി ക്രൈസിസുകളെയും അതിജീവിക്കാനുള്ള ശക്തി സമർപ്പിതർക്ക് ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓ ഈശോയെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ ജ്ഞാനികൾ ഉണ്ണി യേശുവിനെ സന്ദർശിക്കുന്നത് ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ഈശോയെ, ആ ജ്ഞാനികൾക്ക് വഴികാട്ടിയായി ആ ദിവ്യ നക്ഷത്രം അവരുടെ മുൻപേ പോയിക്കൊണ്ടിരുന്നതായും പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും ഉണ്ണി യേശുവും കിടന്നിരുന്ന ഭവനത്തിന് മുൻപിൽ വന്നു നിന്നതായും തിരുവചനം ഞങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുന്നു. ജ്ഞാനികൾക്ക് ഈശോയെ കാണിച്ചു കൊടുക്കാനായി അവരുടെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ആ നക്ഷത്രം ഇന്ന് ദൈവജനത്തിന് മുൻപിൽ നിലകൊള്ളേണ്ട വൈദിക സമർപ്പിത വ്യക്തികളാണല്ലോ ഈശോയെ. ഈ വൈദിക സമർപ്പിത വ്യക്തികൾ ആകുന്ന ഈ നക്ഷത്രങ്ങളെ ഈശോയെ ഉജ്ജ്വലിപ്പിക്കണമേ എന്നും ഇനിയും ദൈവമക്കൾക്ക് വഴികാട്ടിയായി ഈശോയെ കാണിച്ചു കൊടുക്കുന്നവരായ നല്ല അഭിഷിക്തരെയും സമർപ്പിതരെയും ധാരാളമായി തിരുസഭയ്ക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പറയുന്നു, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഓ ഈശോയെ, ദൈവജനം മുഴുവനോടും ചേർന്ന് സമർപ്പിത സമൂഹങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുകയാണ് ഈശോയെ. യുവജനങ്ങൾക്ക് വഴികാട്ടിയായി, ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങൾക്ക് വഴികാട്ടിയായി ഇനിയും സമർപ്പിതരാകുന്ന നക്ഷത്രങ്ങളെ ഞങ്ങൾക്ക് മുൻപേ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ധാരാളം സമർപ്പിത നക്ഷത്രങ്ങൾ ഉയരുന്നതിന് വേണ്ടി അഭിഷേകം നിറഞ്ഞ കൃപാവരങ്ങൾ നിറഞ്ഞ സമർപ്പിത സമൂഹങ്ങൾ ഉയരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവനുമുള്ള എല്ലാ അഭിഷിക്തരെയും മാർപ്പാപ്പ ഉൾപ്പെടുന്ന ആത്മീയ നേതൃത്വം മുഴുവനെയും ഈശോയെ അനുഗ്രഹ വർഷത്തിനായി ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങളുടെ സമൂഹത്തിനായി, തിരുസഭയ്ക്കായി ഇനിയും വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പമാരെയും വിശുദ്ധ കൊച്ചു ത്രേസ്യമാരെയും
മരിയ ഗോരേത്തികളെയും ഈശോയെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധരായ നല്ല ദൈവവിളികൾ ഞങ്ങളുടെ സമൂഹത്തിന് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, വിശുദ്ധരായ സമർപ്പിത ദൈവവിളികൾ ഉയരട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവവിളികൾ ഉയരട്ടെ കർത്താവേ. ഇപ്പോൾ ദൈവവിളികൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഈശോയെ. ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കണമേ ഈശോയെ. ഗർഭസ്ഥ ശിശുക്കളെ സമർപ്പിച്ചുകൊണ്ട് ദൈവവിളി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ഈശോയെ. ഈ കാലഘട്ടത്തിൽ കണ്ണീരപ്പാൻ പറ്റുന്ന നല്ല ദൈവവിളികളെ ഈ ഗർഭസ്ഥ ശിശുക്കളിൽ നിന്നും ഉയർത്തണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞു പൈതങ്ങളിൽ നിന്നും വിശുദ്ധരായ ദൈവവിളികൾ ഉയർത്തപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം, ജീവിത പങ്കാളിയെ സമർപ്പിക്കാം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാനത് നിങ്ങൾക്ക് നൽകും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. പുറപ്പാട് 33:17. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഈശോ പറയുകയാണ്. ഈ സമയം ഈശോയുടെ മുൻപിൽ നമ്മുടെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, ജനിച്ച കുഞ്ഞുങ്ങളെയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നല്ല ദൈവവിളികൾക്കായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവവിളി സ്വീകരിച്ച് സമർപ്പിത സമൂഹങ്ങളിലേക്ക് പോയിട്ടുള്ള മക്കളെയും സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമർപ്പിത സമൂഹങ്ങളിൽ അവർ അഭിഷേകം നിറഞ്ഞ ദൈവജനത്തിൻ്റെ വഴികാട്ടികളായ നക്ഷത്രങ്ങളായി മാറട്ടെ. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈശോയുടെ ജീവിതത്തിന് കൂട്ടായി നിന്നതുപോലെ, താങ്ങും തണലുമായി നിന്നതുപോലെ ഇപ്പോൾ കടന്നു ചെല്ലാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ അവരുടെ നേരെ നീട്ടപ്പെടുവാനും ഇന്ന് ദൈവജനത്തിന് ദാനമായി ഈശോ നൽകിയിട്ടുള്ള എല്ലാ സമർപ്പിതരും അഭിഷിക്തരും ആത്മാവിൻ്റെ നിറവുള്ളവരും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറഞ്ഞവരുമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ, തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ അധികാരികളെ നയിക്കാൻ പറ്റിയ, വഴി നടത്താൻ പറ്റിയ അഭിഷിക്തർ ഞങ്ങൾക്കുണ്ടാകട്ടെ. സമർപ്പിതർ ഉണരട്ടെ കർത്താവേ. ദൈവജനത്തിന് വഴികാട്ടികളായ സമർപ്പിതർ ഉണരട്ടെ കർത്താവേ. ഞങ്ങളുടെ സമർപ്പിതർ ഉച്ചരിക്കപ്പെടട്ടെ കർത്താവേ. ധാരാളം ദൈവവിളികൾ ഉണരട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമർപ്പിതർക്ക് നേരെ ഉയരുന്ന അന്ധകാര ശക്തികളെയും പൈശാചിക ആക്രമണങ്ങളെയും നിർവീര്യമാക്കുന്ന വലിയൊരു വിടുതലിലേക്ക് ദൈവജനത്തെയും സഭയെ നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധി നിറഞ്ഞ, കൃപ നിറഞ്ഞ വിശുദ്ധരായ സമർപ്പിത സമൂഹങ്ങളെ നൽകി, സമർപ്പിതരെ നൽകി
ദൈവജനത്തെയും തിരുസഭയെയും അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും